ക്രിസ്തേശുവിൻ്റെ നാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം നോക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ. ഏദനിൽ ആരംഭിച്ച കുടുംബം എന്ന സ്ഥാപനയുടെ ശിഥിലീകരണത്തിൻ്റെ നാളുകളിൽ കൂടിയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. മുമ്പെങ്ങുമില്ലാത്ത ആശങ്കയുടെ ഒരു കാലം. എന്തേ ഇവരിങ്ങനെ എന്ന് മക്കളും, എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെ എന്ന് മാതാപിതാക്കളും പരിതപിക്കുന്ന ഒരു കാലം. 3 തലമുറകൾ ഒന്നിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലം അധികം ദൂരത്തല്ലാതെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലായാലും അണുകുടുംബമായാലും അസ്വസ്ഥതകൾ നിറയുന്നു. എന്തുപറ്റി? നമുക്ക് ക്രിസ്തീയമായ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ? ക്രൈസ്തവ മൂല്യങ്ങൾ എന്തെങ്കിലും നമുക്ക് കൈമോശം വന്നുവോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കുക. ശമൂവേൽ ബാലനെ പോലെ ദൈവവിളിക്ക് കാതോർക്കുന്ന അനുസരണയുള്ള മക്കളെ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന, ദേവാലയത്തിൽ പോകുന്ന പതിവുകളുണ്ടായിരുന്ന എൽക്കാനയും ഹന്നയും ആവാൻ നാം തയ്യാറാണോ? എങ്കിൽ മാത്രമേ ശമൂവേൽ ബാലൻ ജനിക്കൂ. ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അന്ന് വരെ മക്കളായിരുന്നവർ മാതാപിതാക്കൾ എന്ന പദവിയിലേക്ക് ഉയരുകയാണ്. ആ ഒരു മാറ്റം നാം ഉൾക്കൊണ്ട് ആ പദവിക്കനുസരിച്ച് നമ്മുടെ ജീവിതക്രമങ്ങളും ശൈലികളും മാറ്റണം. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ പോലെയാണ് കുഞ്ഞുങ്ങൾ. അവരുടെ ആദ്യ സ്കൂൾ ആയ ഭവനത്തിൽ അവർ കാണുന്നതും കേൾക്കുന്നതും ഒപ്പിയെടുക്കുന്നവർ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഭവനത്തിലുള്ള എല്ലാവരും ഒരു കുഞ്ഞിൻ്റെ വരവോട് ഉപേക്ഷിക്കേണ്ട ശീലങ്ങളെ ഉപേക്ഷിക്കുവാനും പുതുതായി ശീലിക്കേണ്ടവയെ ശീലിക്കുവാനും തയ്യാറാവണം. ചെറിയ കള്ളങ്ങൾ പറയുവാനും തെറ്റുകൾ ചെയ്യുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾ തുടങ്ങുന്നതും ഭവനത്തിൽ തന്നെയല്ലേ? ഡൂസ് ആൻഡ് ഡോൺസ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മുടെ ഭവനങ്ങൾക്ക് കഴിയണം. മറ്റെവിടെ നിന്നാണ് അവരത് പഠിക്കേണ്ടത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശ്യവാക്യങ്ങൾ 22:6. അഭ്യസിപ്പിക്കുക അല്ലെ ട്രെയിൻ അപ്പ് എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുക എന്നാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴി ആദ്യം ശീലിക്കേണ്ടത് മാതാപിതാക്കളായ നാമല്ലേ? ഡിസിപ്ലിൻ എന്നത് ബാലപീഡനം, ചൈൽഡ് അബ്യൂസ് അല്ല. ഫലപ്രദവും പക്വവുമായ പരിപോഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തെറ്റായ സ്വഭാവ രീതികളിലേക്ക് നയിക്കപ്പെടുന്നു. മറിച്ച് യോഗ്യമാവണ്ണം പരിപോഷണം ലഭിച്ചാൽ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഉദ്ധാരണത്തിന് ഉപയുക്തമാവുകയും ചെയ്യും. എഫെസ്യർ 5:10 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ കൃപയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കാരണം അവരും ആ കൃപയിൻ നിഴലിലായിരിക്കും. പ്രാർത്ഥനാമുഖരിതമാണോ നമ്മുടെ ഭവനങ്ങൾ? എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. നമ്മുടെ സന്തോഷത്തിലും പ്രതിസന്ധികളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് കാണുന്ന മക്കൾ അവരുടെ വലിയ പ്രതിസന്ധികളിൽ പോലും ഉലയാതെ കർത്താവിനോട് ചേർന്ന് സമചിത്തതയോടെ അതിജീവിക്കുന്നവരായിരിക്കും. നല്ല നിലത്ത് വീണ വിത്ത് പോലെ അവരിലെ വിശ്വാസം ഉറച്ച വേരുള്ളതാക്കാൻ ക്രിസ്തു നമ്മെ സഹായിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോടൊരു വാക്ക്. ഈ ലോകത്തിൽ നിങ്ങളുടെ നന്മ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങൾക്ക് ചുറ്റും ചില വേലിക്കെട്ടുകൾ അവർ കെട്ടുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുതരാവേണ്ട. അത്രമേൽ വിലയേറിയവരാണ് നിങ്ങൾ അവർക്ക്. നിങ്ങളുടെ ഭവനങ്ങൾക്ക് കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിരിക്കുന്നത് ഭവനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല, മറിച്ച് പുറമേ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ്. ആ കെട്ടിടത്തേക്കാൾ എത്രയോ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, ലഹരികൾ എന്നും നിങ്ങൾക്ക് അന്യമായിരിക്കട്ടെ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. എഫെസ്യർ 5:17. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ
സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ വണ്ടർഫുൾ ടൈം ഹെഡ്. എല്ലാവരും ഇത് കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.